ഹായ് എവ്രി വൺ. ഫേസ് ഇക്വിലിബ്രിയത്തിൽ വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സെഷനിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടു കമ്പോണൻറ്റ് സിസ്റ്റത്തിനെ കൂടി ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് സിമ്പിൾ കേസസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഫേസ് ഡയഗ്രാം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആകുമ്പോൾ വൺ കമ്പോണൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അല്ലേ, വൺ കമ്പോണൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതൊരു വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഉള്ളത് ആര് മാത്രമാണ്? വാട്ടർ മാത്രമാണ് ഉള്ളത്. വാട്ടറിൻ്റെ 3 ഫേസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കമ്പോണൻ്റ് ആരാണ്? വാട്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആയിരിക്കും. വൺ കമ്പോണൻറ്റ് സിസ്റ്റം എന്ന് പറയത്തില്ല. നിങ്ങൾക്ക് മേ ബി ടെമ്പറേച്ചർ പ്രഷർ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്താണ്, ഒരു വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്നാലും ഒരു റിവിഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മെൽറ്റിംഗ് പോയിന്റ് കർവ് ഉണ്ട് അല്ലേ, മെൽറ്റിംഗ് പോയിന്റ് കർവ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതേപോലെ വേപ്പറൈസേഷൻ ഫേസ് അല്ലേ, അതേപോലെ സബ്ലിമേഷൻ കർവ്. സബ്ലിമേഷൻ കർവിൽ ആരൊക്കെ ഉണ്ടാകും? സോളിഡും ഉണ്ടാകും, ഗ്യാസും ഉണ്ടാകും. ഇവിടെ ലിക്വിഡ് ഫേസും ഗ്യാസ് ഫേസും കോഎക്സിസ്റ്റ് ചെയ്യും അല്ലേ, ഇവിടെ സോളിഡ് ഫേസ്. എന്നിട്ട് ഇതിന് 3 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ എന്തായിരുന്നു, ഇതൊരു കർവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി വേറൊരാളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെരി ഇമ്പോർട്ടൻറ്റ്. ഏതായിരുന്നു? ട്രിപ്പിൾ പോയിന്റ് അല്ലേ, ട്രിപ്പിൾ പോയിന്റ്. അപ്പോൾ ട്രിപ്പിൾ പോയിന്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പിൾ പോയിന്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. ഏരിയയുടെ കേസ് ആകുമ്പോൾ എത്രയായിരുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്? 2 ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു കർവിലാണെങ്കിൽ കർവിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരുന്നു? കർവിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മുടെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഫേസ് റൂൾ വെച്ചിട്ടാണ് അല്ലേ, ഫേസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്ങനെയായിരുന്നു ഫേസ് റൂള്? F is equal to C minus P plus 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആകുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? F max is equal to പറഞ്ഞോ, എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? വൺ കമ്പോണൻ്റ് ആകുമ്പോൾ C എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. 1 + 2 - P മിനിമം അല്ലേ. പി മിനിമം എത്രയായിരിക്കും? മിനിമം ഫേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1 ആയിക്കൂടും. ഇതിൽ കുറവാകാൻ പറ്റുമോ? ഇല്ല. 0 ആവാൻ പറ്റുമോ? ഇല്ല. പി എന്ന് പറയുന്നത് മിനിമം എന്ത് വേണം? ഒരു ഫേസ് ആകണം. ഓക്കെ, പക്ഷേ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താകാം? 0 ആകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ട്രിപ്പിൾ പോയിന്റിലൊക്കെ എന്താകാം? 0 ആകാം. ഡിഗ്രി ഓഫ് ഫ്രീഡം നെഗറ്റീവ് ആവാൻ പറ്റുമോ? ഇല്ല അല്ലേ. F cannot be what? നെഗറ്റീവ് എന്നുള്ളതും മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F max is equal to 3 - 1 2 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും അല്ലേ. ഇത് ആർക്കാണ്? വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിനാണ്. വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 2 ആയിരിക്കും. ഈ 2 ആരൊക്കെയാണ്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഇതേ കാര്യം നോക്കിക്കോളെ, ഞാൻ എന്ത് ചെയ്യുകയാണ്? ടു കമ്പോണൻറ്റ് സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വൺ കമ്പോണൻറ്റ് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ടു കമ്പോണൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. ടു കമ്പോണൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 50 ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഈ ഫേസ് ഇക്വിലിബ്രിയവുമായി റിലേറ്റഡ് ആയിട്ട് 50 ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ തരും. അതിൽ സൊല്യൂഷൻസ് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ ലെക്ചറിന് ശേഷം നിങ്ങൾ ആ പ്രോബ്ലംസും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ടു കമ്പോണൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. ടു കമ്പോണൻറ്റ് സിസ്റ്റം സെയിം ഫേസ് റൂള് എന്തായിരുന്നു? F is equal to C minus P plus 2 എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ F max കണ്ടുപിടിക്കുകയാണെങ്കിൽ കമ്പോണൻറ്റ് എത്രയാണ്? C എത്രയാണ്? ടു കമ്പോണൻറ്റ് സിസ്റ്റം ആകുമ്പോൾ എന്തായിരിക്കും? 2 ആയിരിക്കും. 2 + 2 - P മിനിമം അല്ലേ. P മിനിമം ഫേസ് എത്രയാണടാ? മിനിമം ഫേസ് എത്രയാ? 1 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ F max is equal to 4 - 1 is equal to 3 എന്ന് വരും. ഓക്കെ, ഇനിയാണ് ഒരു കാര്യം. ഇവിടെ വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിൽ F max എത്രയായിരുന്നു? ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പോൾ നമുക്ക് 2 കോർഡിനേറ്റ് മതിയായിരുന്നു അല്ലേ. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ നോക്കി, ടെമ്പറേച്ചറും ഉണ്ട് പ്രഷറും ഉണ്ട്, 2 കോർഡിനേറ്റ്. ഇവിടെ ഇപ്പോൾ എത്ര കോർഡിനേറ്റ് വേണം? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയായി? 3 ആയി അല്ലേ. 3 ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫിൽ എത്ര കോർഡിനേറ്റ് വേണം? 3 കോർഡിനേറ്റ് വേണം അല്ലേ. 3 കോർഡിനേറ്റ് വേണം.
അപ്പോൾ ഇതൊരു 3D ഗ്രാഫ് ആവും അല്ലേ? പക്ഷെ നമുക്ക് 2Dയിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലാക്കണേ, 3 കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ഇതെന്താവും? 3D ആവും. പക്ഷേ നമുക്ക് എന്ത് വേണം? നമുക്ക് 2 ഡയമെൻഷനിലാണ് എന്ത് ചെയ്യേണ്ടത്? റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് 2 ഡയമെൻഷനിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോക്കി, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് ഇവിടെ വേരിയബിൾ എത്ര ഉണ്ടാവും? വേരിയബിൾ എന്ന് പറയുന്നത് 3 എണ്ണമായിരിക്കും അല്ലേ? അത് ഏതൊക്കെയാണെന്നോ? വേരിയബിൾ ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ആൻഡ് വോട്ട് കമ്പോസിഷൻ. ഇതാണ് നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത്, കമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 വേരിയബിളിൽ ഒരാൾ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ആ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത് മിക്കവാറും ആരെയാണ്? പ്രഷറിന് എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അപ്പോൾ നമ്മുടെ ഫേസ് റൂൾ എന്തായിരുന്നു? ഫേസ് റൂൾ എന്ന് പറഞ്ഞത് F=C-P+2 ആണല്ലോ മക്കളെ. അപ്പോൾ നമ്മുടെ പുതിയ ഫേസ് റൂൾ എന്ന് പറയുന്നത് F' എന്ന് പറയുന്നത് ഒരാളല്ലേ കോൺസ്റ്റന്റ് അല്ലേ? ഇവിടെ ആരാ കോൺസ്റ്റന്റ്? പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. പുതിയ F', പുതിയ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ F-1 ആയിരിക്കും. ഇനി രണ്ടാളെ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ 2 സബ്സ്ട്രാക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഈ എഫിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ഓൾഡ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? F' എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3 - 1 2 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇവിടെ ആര് കോൺസ്റ്റന്റ് ആണ്? നമ്മുടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് മക്കളെ റിഡ്യൂസ്ഡ് ഫേസ് റൂൾ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? റിഡ്യൂസ്ഡ് ഫേസ് റൂൾ. ദിസ് ഈസ് കോൾഡ് വാട്ട്? റിഡ്യൂസ്ഡ് ഫേസ് റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഈ എഫ് ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? C-P+2 F'. ഓൾഡ് എന്ന് ന്യൂ എന്ന് ഞാൻ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടോടാ എനിക്ക്? C-P+1 എന്ന് കിട്ടത്തില്ലേ? C-P+1. ഓക്കെ, ഇതിനെയാണ് റിഡ്യൂസ്ഡ് ഫേസ് റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. റിഡ്യൂസ്ഡ് ഫേസ് റൂൾ. ഇവിടെ ആരാണ് കോൺസ്റ്റന്റ്? പ്രഷറാണ് മക്കളെ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും? 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യും. 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി മിസിബിളും പാർഷ്യലി മിസിബിളും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? നമ്മുടെ റിഡ്യൂസ്ഡ് ഫേസ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, വിച്ച് ഈസ് F' C-P+1. ഓക്കെ, പ്രഷർ എന്താണ് ഇവിടെ? കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ വേഴ്സസ് കമ്പോസിഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതെന്തായിരിക്കും? ദിസ് ഇസ് എ 2 കമ്പോണൻറ്റ് സിസ്റ്റം. ഓക്കെ, അതേപോലെ P വേഴ്സസ് T എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മനസ്സിലാക്കുക, ദിസ് ഇസ് വാട്ട്? 1 കമ്പോണൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ്ലി മിസിബിളിൻ്റെയും പാർഷ്യലി മിസിബിളിൻ്റെയും ഗ്രാഫ്സ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് 1 കമ്പോണൻറ്റ് സിസ്റ്റം. സോറി, എന്തായിരിക്കും? കംപ്ലീറ്റ്ലി മിസിബിൾ ആണെങ്കിലുള്ള ഗ്രാഫാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? T വേഴ്സസ് C. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. ഓക്കെ, ആൻഡ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് കോൾഡ് വാട്ട്? യൂടെക്റ്റിക് പോയിന്റ്. വാട്ട് ഇസ് ഇറ്റ്? യൂടെക്റ്റിക് പോയിന്റ് എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇതേപോലെ പാർഷ്യലി മിസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും? നോക്കിക്കോളെ, പാർഷ്യലി മിസിബിൾ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ഓൾറൈറ്റ്, ഇതിനെയാണ് മക്കളെ, ഇങ്ങനെ ഒരു പീക്ക് കാണുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് വാട്ട്? കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെയും ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നേരത്തെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴെ ഒരു V പോലെ കാണുന്നില്ലേ? അങ്ങനെ 2 V നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? യൂടെക്റ്റിക് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? യൂടെക്റ്റിക് പോയിന്റ്. ഇവിടെയും ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്, യൂടെക്റ്റിക് പോയിന്റ്, അതേപോലെ ട്രിപ്പിൾ പോയിന്റ്, ഇവിടെയൊക്കെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് മക്കളെ? 0 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി 50 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഷീറ്റ് ഞാൻ തരുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. എക്സ്പ്ലനേഷൻ അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.